ഇത് നോക്ക്, ഈ പൂച്ചയൊക്കെ എന്തായി. സോ നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മൾ നേരെ പോകുന്ന സുഹൃത്തുക്കളെ ഷാർജയിലേക്ക്. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളൊരു പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നത്തെയും പോലെ നമ്മൾ രാവിലെ നടക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് അവിടെയാണ്, അങ്ങോട്ടാണ് പോയേ. ഇന്ന് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്, ഈ സൈഡിലോട്ട് നമുക്ക് പോവാം. നമ്മൾ പോകുന്നത് ഗൈസ് ഈ സൈഡിലോട്ടാണ്. എല്ലാ ദിവസവും നമ്മൾ 2 ദിവസമായിട്ട് അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുമായിരുന്നു. ഇന്നോട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡ് ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവരും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ നല്ലൊരു സുപ്രഭാതം. സ്റ്റാർട്ട് ഫിനിഷ് രണ്ടും ഉണ്ട് കേട്ടോ. പക്ഷേ അപ്പുറം കണക്കല്ല, ഇത് കുറച്ച് വൈബാണ് കേട്ടോ. ഈ സൈഡിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പാർക്ക് കണക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഈ സൈഡൊക്കെ കുറച്ച് കണ്ടോ, യോഗ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ വേറൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. കുറച്ച് അധികം പച്ചപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് ഫീലിംഗ്. സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ടാക്കാം. ഫാമിലി പാർക്കാണ് ഇതിനകത്ത്. എല്ലാവർക്കൊക്കെ വന്ന് കളിക്കാനൊക്കെ പറ്റും കണ്ടോ. നമ്മളിപ്പം 400 മീറ്റർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 4000 മീറ്റർ നമുക്ക് കടക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. 4000 മീറ്റർ, 400 മീറ്ററേ ആയുള്ളൂ ഇതുവരെ. ഭയങ്കര രസം. രാവിലെ കഴിച്ച് ഇങ്ങനെ ഓടാനൊക്കെ പോകണം നിങ്ങൾ. അത് അടിപൊളിയാ, ചെയ്യണം കേട്ടാ. മടി പിടിച്ച് കിടക്കരുത് ഒരിക്കലും. നമ്മൾ നടന്ന് വന്നപ്പോൾ സോ ഗൈസ്, ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള സാധനം നോക്കിയേ. ഫുള്ള് അവർ ഓ മൈ ഗോഡ്, ഇതെങ്ങനെയുടെ ഇത്. സോ ഗൈസ്, ഇത് ഇങ്ങനെയാണ്. ഇത് ഇരുന്നിട്ടാണല്ലേ. സോ ഗൈസ്, ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്. 10 മിനിറ്റ് വെച്ച് ചെയ്യാനായിട്ടാണ് അവർ പറയണത്. നമുക്ക് നടക്കാൻ പോവാം, നമ്മുടെ പരിപാടിയൊക്കെ ഓടി. നമുക്ക് നാളെ തൊട്ട് ഓടിത്തുടങ്ങാം. പേപ്പർ പൂ ഉണ്ട് നാട്ടിലെ. പണ്ട് ഇത് അവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക, ആർക്കും വേണ്ടാണ്ട്. ഇവിടെ നോക്കിയാൽ ഒരു നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് നല്ല VIP സെറ്റപ്പിൽ വളരാണ്. സമയാസമയം വെള്ളം, കറക്റ്റ് സൂര്യപ്രകാശം. അയ്യോ, ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ അവിടെ നിൽക്കണ. താഴെ നട്ടിരിക്കുന്ന ചീരയാണെന്ന് തോന്നുന്നു കേട്ടോ. ചീരയാണോ അറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് കണ്ടോ, ഇത് പൂവായിട്ട് ഇതിനെ പറയില്ല, പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള സാധനമാണ്. അവിടെ നാട്ടിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് റോഡ് സൈഡിലേക്കും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് എടുത്തിട്ട് ഇങ്ങനെ പറത്തിയും കളയും. അതൊക്കെ ഒരു കാലം.
ഗൈസ് ടോട്ടല് 1500 മീറ്ററേ ഉള്ളു. നമുക്കവിടെ 4500 മീറ്റർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ പോലെ അവിടെ ഒരു റൗണ്ട് ഇറങ്ങിയതെങ്കിൽ ഇവിടെ നമ്മൾ 4 റൗണ്ട് കറങ്ങണം. അപ്പോൾ ഞാൻ നൈസായിട്ട് ഓടി തുടങ്ങി. സോ ഗൈസ് നമ്മളങ്ങനെ സെക്കൻഡ് റൗണ്ട് ഏകദേശം നടന്ന് പകുതി എത്തിയിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം വേറൊന്നും ഇല്ലടേ, ചിട്ടയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ലൈഫിൽ അടുക്കും ചിട്ടയോടെ. പക്ഷേ അത് നടക്കണ്ടേ, അത് നടക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക്. പോവും 2 മാസം പോവും, എൻ്റെ സ്റ്റോപ്പ് ചെയ്ത് 2 മാസം പോവും. കണ്ടിന്യൂസ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന്. എങ്കിലും ഒന്നുകൂടി ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാവും കേട്ടോ. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ആ സാധനം നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റില്ല എന്ന്. വെറുതെ അവിടെ ഇരുന്ന് ഇരുന്നിട്ട് പറഞ്ഞാൽ നടപ്പാവണ കാര്യമല്ലല്ലോ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കയറി പിടിക്കും. നമ്മൾ ഫിനിഷ് എന്ന് പറയുന്ന ഏരിയയിലെത്തി. ഇനിയുണ്ട് നമുക്ക് ഒരു 2 റൗണ്ട് കൂടി. അതുകൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞ്. അപ്പോൾ അതും കൂടി നമുക്ക് സ്പീഡായിട്ട് ഫിനിഷ് ചെയ്യാം. ഗൈസ് ഇത് നോക്ക്, ഈ പൂച്ചയൊക്കെ എന്താ ഇതിൽ വന്ന് കിടക്കുന്നത്. ഞാൻ ഒരു 2-3 എണ്ണത്തിന് കണ്ട്. കാരണം ഇതിൽ കിടക്കുന്ന നല്ല തണുപ്പാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഇതിൽ കിടക്കണം. നല്ല സുഖമായിരിക്കും, റബ്ബറല്ലേ നല്ല. അതാവാനെന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. അങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത. സോ നമ്മൾ ഇനി ഇത് അല്ല 3ാമത്തെ റൗണ്ട് പകുതി ആയിട്ടുണ്ട്, ലാസ്റ്റ് റൗണ്ട് ഉണ്ട്. സോ അതും കൂടി ഫിനിഷ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് വിടും സുഹൃത്തുക്കളെ. അത് ഈ സൂര്യൻ ഉച്ചിയിൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടൈം ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്. അതാ ചെടിക്ക് വെള്ളം അടിക്കുന്നുണ്ട് അവിടെ. ടെക്നോളജിയാ ഗൈസ്. അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് റൗണ്ടാണ് ഇത് നമ്മുടെ. ഈ ലാസ്റ്റ് റൗണ്ട് കൂടി ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്. നമുക്കൊരു 7:45 മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. റൂമിൽ പോയി റെഡിയായി ഡ്യൂട്ടിക്ക് പോകണം. 4ാമത്തെ റൗണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 8300 സ്റ്റെപ്സ് നമ്മൾ റൺ ചെയ്തും ഓടി നടന്നും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത് നേരെ റൂമിലേക്ക് പോകണം. ഇനിയിപ്പോൾ റൂമിൽ പോയി റെഡിയായി നേരെ മാർക്കറ്റിലേക്ക് പോവുക. ഞാൻ പറഞ്ഞ പോലെ ബൈ ദ ബൈ നമുക്കൊരു സാധനം ഒരു ഡെലിവറി കൊടുക്കാനുണ്ട്, ഒരു ബോക്സ്. സോ 4500 മീറ്റർ അല്ല, സോ 6000 മീറ്റർ നടന്നിട്ടുണ്ട്. 1500 വെച്ച് 4 റൗണ്ട് ആകുമ്പോൾ 6000 മീറ്റർ നമ്മൾ ഇന്ന് നടന്നിട്ടുണ്ട്. വെരി ഗുഡ്, നൈസ്. ഡെയിലി ഇതേക്ക് നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവണം. ഓക്കെ, സോ നമുക്ക് ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ റൂമിൽ പോയി റെഡി ആയിട്ട് കാണാം. സോ ഗൈസ് ഞാൻ നേരെ ഫ്രഷായി ഈ പറഞ്ഞ പോലെ റെഡി ചെയ്ത് ആ മാർക്കറ്റിലേക്ക് പോകണം. പിന്നെ എനിക്ക് ഒരു ഡെലിവറി എടുക്കണമെന്ന് പറഞ്ഞാൽ അതും എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബാക്കിൽ ഇരിപ്പുണ്ട് ഡെലിവറി. അപ്പോൾ അതും എടുത്ത് ചൂട് കണ്ട വിയർക്കണം. വണ്ടി കയറിയപ്പോഴേ വിയർക്കണം മോനെ. അപ്പം നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ ബിസി ആയിരിക്കും. ഞാൻ ഫുള്ള് എന്തായാലും നമുക്ക് പോണ വഴിക്ക് മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മൾ മുന്നേ പോയിക്കൊണ്ടിരുന്ന ജിമ്മാണ് ഇവിടെ. ഇവർക്കാണത് കൊടുക്കാനുള്ള കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. സാധനം ഈ WD-40യുടെ വേറൊരു സാധനം, നമ്മുടെ ബ്രാൻഡിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം. സോ ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. നിങ്ങളെ ഇടും, നിങ്ങളെ ഇടും. നിങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല ലുക്കാ, സുന്ദരനാ. മുടിയൊക്കെ വളർന്നല്ലോ. ഞാൻ മോനെ പുളിയായി കേട്ടാ മുടി. സോ ഗൈസ് അങ്ങനെ നമ്മൾ പ്രോട്ടീനൊക്കെ കൊടുത്ത് പുള്ളിക്ക്. ജിമ്മിൽ ഞാൻ വരാത്തതിൻ്റെ മെയിൻ റീസൺ കുറച്ചൊന്ന് അപ്ഡേറ്റ്, വേറെ കുറച്ചില് ഫോക്കസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ സെറ്റായില്ല, നിങ്ങൾ കളി തുടങ്ങിയില്ലേ?
അല്ലേ? സോ ഗൈസ്, എന്നോട് ജിമ്മിലോട്ട് വരാനാണ് പുള്ളിക്കാരൻ പറയുന്നത്. കുറേ ദിവസം കൊണ്ട് വരാതെ ഇരുന്നിട്ട് ഇന്ന് സാധനം കൊടുക്കാൻ വന്നപ്പോൾ ജിമ്മിലോട്ട് വരാൻ മാടി കളിക്കുക, ചിരിച്ചിരിക്കുക. സോ ഞാൻ പോകണം, എനിക്കിന്ന് ഷാർജയ്ക്ക് പോകണം. സാധനം കൊടുത്ത്. സോ ഗൈസ്, നമുക്ക് നേരെ ഷാർജയ്ക്ക് പോകാം. ഇവിടെ നിന്ന് ഇറങ്ങാം. അശ്വിൻ ബൈ പോട്ടാ, ബൈ ബൈ. ഗൈസ്, നമുക്ക് നേരെ ഇനിയിപ്പോൾ ഷാർജയ്ക്കോട്ട് പോവാം. പുള്ളി ജിമ്മിൽ വരാൻ വേണ്ടി നോക്കണം. അവിടെ നൈസായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ടൈം ആകുമ്പോൾ നിരന്നിങ്ങനെ വരും. സോ നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മൾ നേരെ പോകുന്ന സുഹൃത്തുക്കളെ ഷാർജയിലേക്ക്. കസ്റ്റമറിനെ ഓർഡർ എടുക്കടാ. ഇന്ന് നല്ലൊരു ഓർഡർ അടി ചെയ്യണം. അവിടെ 10,000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ സുഖം. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാനങ്ങനെ ഷാർജ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 കസ്റ്റമറിൻ്റെ അടുത്തൊക്കെ പോകണം. ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഓർഡറൊക്കെ എടുത്തിട്ടൊക്കെ ഞാൻ വരാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഷാർജയൊക്കെ പോയി ക്ലിയർ ചെയ്ത് ഒരു 6 കസ്റ്റമറുടെ അടുത്ത് പോയി. അവിടുന്ന് പേയ്മെൻറ്റൊക്കെ കിട്ടിയില്ല. ഫോളോ അപ്പ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി. ഓർഡറൊന്നും വന്നില്ല. പ്രൈസ് പ്രശ്നം അത് വിടി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് എല്ലാം റെഡിയായി. ഞാൻ പിന്നെ അജ്മാനിലൊന്ന് വേറൊരു ഷോപ്പിലേക്ക്, ജർഫിൽ നമ്മളൊരു ഫ്രണ്ട് കൂടിയാണ്, അപ്പോൾ പുള്ളിയുടെ അടുത്ത് വന്ന് അപ്പോൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടോയെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങോട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ റൂമിലേക്ക് പോവും. മണി ഇപ്പോൾ 1:30 ആവാറായി. സോ നമുക്ക് എവിടെയും കൂടി കയറിയിട്ട് വരാം. ഓർഡറൊന്നും വരുന്നില്ലേ? ഇല്ല. ആഹാ, അതേ ഉള്ളല്ലേ? അറിയില്ല. ചുമ്മാ കളിയാക്കണേ എന്നെ മനുഷ്യനെ. ബൈ ബൈ, ടാറ്റാ. സോ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വർത്താനമൊക്കെ പറഞ്ഞ് എന്ത് ഓർഡറൊന്നും ഇല്ലടേ, ഇത് ഷോക. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് വൈകിട്ട് ഒരുത്തൻ്റെ പൈസ വാങ്ങണം. അപ്പോൾ നമുക്ക് വൈകിട്ട് ഇറങ്ങാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ റൂമിൽ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി. സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ആ കസ്റ്റമറിൻ്റെ അടുത്തൊക്കെ പോയി പേയ്മെൻറ്റ് സംസാരിച്ചപ്പോൾ അവൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരിക എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കണ്ണം കുറച്ച് സാധനങ്ങൾ തന്ന്. അപ്പോൾ അവൻ്റെ റൂമിലുള്ള ഒരു പയ്യൻ നാട്ടിൽ നിന്ന് വന്ന് അപ്പം കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിത് റൂമിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഓ, ഇത് മറ്റേ ഉണക്കമാങ്ങ അച്ചാറ്. നാരങ്ങ അച്ചാറെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. നാരങ്ങ അച്ചാർ ഫുൾ ഓയിലി ആവും. കുറച്ച് ചിപ്സ് ആയിരുന്നു തോന്നണേ. ചിപ്സ് അവിലുള്ള എന്ത് കാസിമിക്ക എല്ലാം അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് അച്ചാർ തിന്നാൻ കാസിമിക്ക തരില്ല. സോ അതിൻ്റെ കാരണം ഞാൻ അച്ചാർ ഫുള്ള് തിന്ന് തീർക്കും. ഗൈസ്, കണ്ണനൊരു വലിയൊരു താങ്ക്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ആരും ഇങ്ങനെയൊന്നും നമുക്ക് തരില്ല, പക്ഷെ അവൻ തരും. കഴിഞ്ഞ ദിവസം കൂടി അടിപൊളിയതല്ലോ നമ്മൾ രണ്ടുപേരും കൂടി അടി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പം ബൈ ബൈ ഗായ്സ്.